വിവോ T1x എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 12,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ T1x എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വിവോ T1xൽ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്, അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G31 പോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മോട്ടോ G31 കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും വരുന്നില്ല. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടില്ലെങ്കിലും പഞ്ചോൾ ഡിസൈൻ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ഏകദേശം 90.6% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഫോണിൽ വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് പോലുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എന്നാലും പഞ്ചോൾ ഡിസ്പ്ലേയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 182 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8 mm ആണ്. ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഗ്രാവിറ്റി ബ്ലാക്കും അതുപോലെ തന്നെ സ്പേസ് ബ്ലൂവും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള മികച്ചൊരു പ്രോസസ്സറൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. ഈ ഫോണിൻ്റെ 3 വെർഷൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 4GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും അതുപോലെ തന്നെ 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. 1 TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ എക്സ്റ്റൻഡഡ് റാം 2.0 എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 2GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫോൺ പെട്ടെന്ന് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് 4 ലെയർ കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മൾട്ടി ടെർബോ 5.0 എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അൾട്രാ ഗെയിം മോഡ് എന്നുള്ള ഒരു ഗെയിമിംഗ് മോഡൊക്കെ ഇതിൽ വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 12 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു സെൻസറും വരുന്നുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. തിരക്കേടില്ലാത്ത ഒരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ 4GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 11,999 രൂപയാണ്. 4GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 12,999 രൂപയാണ്. 6GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 14,999 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. ജൂലൈ 27 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. HDFCയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഓഫ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5% ഓഫൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ T1x എന്ന ഫോണിൽ 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 1000 രൂപയുടെ ഓഫും കൂടി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ഫോണായിരിക്കും വിവോ T1x എന്ന ഫോൺ. എന്തായാലും വിവോ T1x എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.